നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുണ്ടക്കായ് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ 5ാം ദിവസമായി ഇന്നും തുടരും. ദുരന്തത്തിൽ ഇതുവരെ 340 പേരാണ് മരിച്ചത്. 206 മൃതദേഹങ്ങളും 134 ശരീരഭാഗങ്ങളും ഇതിനോടകം തന്നെ കണ്ടെത്തി. സർക്കാർ കണക്കനുസരിച്ച് 210 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരിച്ചറിയാൻ കഴിയാത്ത 74 മൃതദേഹങ്ങൾ ഇന്ന് പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കും. 206 പേരാണ് ഇനിയും കണ്ടെത്താനായുള്ളത്. മുണ്ടക്കൈയും പുഞ്ചിരിമടവും കേന്ദ്രീകരിച്ചാകും ഇന്ന് തെരച്ചിൽ. റഡാർ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ തെരച്ചിലിനെത്തിച്ചിട്ടുണ്ട്. 86 പേർ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. ഇന്നലെ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് രാത്രി വൈകിയും പരിശോധന നടത്തിയെങ്കിലും ജീവന് തുടുപ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏറെ നേരം തിരിച്ചിൽ യാതൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് ദൌത്യം അവസാനിപ്പിക്കുകയായിരുന്നു. റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് മണ്ണിനടിയിൽ നിന്നും ശ്വാസത്തിന്റെ സിഗ്നൽ ലഭിച്ചത്. മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും മാത്രം കണ്ടെടുത്തുകൊണ്ടായിരുന്നു സാഹചര്യത്തിലാണ് തകർന്നു വീണ കെട്ടിടത്തിനകത്ത് എവിടെയോ ജീവന്റെ തുടുപ്പ് അവശേഷിക്കുന്നു എന്നൊരു സൂചന ലഭിച്ചത്. തുടർന്ന് രാത്രി വൈകിയും പരിശോധന നടത്താൻ രക്ഷാപ്രവർത്തകർ തീരുമാനിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഫ്ലഡ് ലൈറ്റ് എത്തിച്ചായിരുന്നു പരിശോധന. എന്നാൽ 5 മണിക്കൂർ നേരത്തെ തെരച്ചിലിനും മനുഷ്യജീവന്റേതായ യാതൊന്നും കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടുകൂടി രക്ഷാപ്രവർത്തകർക്ക് ദൌത്യം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. അതേസമയം വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുമെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. നാളെ ഗവർണർമാരുടെ യോഗത്തിൽ വയനാട് ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുവാൻ തനിക്ക് പ്രത്യേകം സമയം അനുവദിച്ചിട്ടുണ്ടെന്ന് ഗവർണർ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും മുൻപിലായിരിക്കും ഇക്കാര്യം ഉന്നയിക്കുക എന്നും ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. അതേസമയം സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് അടിവാരത്തിൽ വനത്തിനുള്ളിൽ കുടുങ്ങിയ ഒരു കുടുംബത്തിലെ 3 കുട്ടികളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 8 മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിലാണ് ഇവരെ രക്ഷിച്ചത്. ആദിവാസി കോളനിയിൽ ചിലർ പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏറാട്ടുകുണ്ട് കോളനിയിലേക്ക് ഇറങ്ങിയത്. ഏറാട്ടുകുണ്ട് കോളനിയിലെ കൃഷ്ണനും മകളുമാണ് കോളനിയിൽ 2 ദിവസമായി കുടുങ്ങിയത്. 2 ദിവസം കനത്ത മഴയിൽ മൺതട്ടിയിൽ താമസിച്ചിരുന്ന കുടുംബം ഭക്ഷണം ഇല്ലാതെ ആയതോടുകൂടി കാട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു. കൃഷ്ണന്റെ ഭാര്യ ശാന്തയും ഒരു മകനും കാട്ടിലൂടെ നടക്കുമ്പോഴാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടത്. ഇവരിൽ നിന്നാണ് ഭർത്താവ് കൃഷ്ണനും മറ്റു 3 മക്കളും കോളനിയിൽ ഒറ്റപ്പെട്ട വിവരം അറിയുന്നത്. കുട്ടികളെ ഉൾപ്പെടെ കയറിൽ കെട്ടിയാണ് കോളനിക്ക് പുറത്ത് എത്തിച്ചത്.